സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം വെണ്ട കൃഷിയെ പറ്റിയാണ്. നമ്മൾ മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് വെണ്ടയ്ക്ക കൊണ്ടുള്ള വിഭവങ്ങൾ അല്ലേ. അപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ വിഷമില്ലാത്ത വെണ്ടയ്ക്ക നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് ആഹാരങ്ങൾ പാകം ചെയ്യാൻ പറ്റും. സാധാരണ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിലോട്ട് ഇറങ്ങിയാൽ തന്നെ 2 കിലോ വെണ്ടയ്ക്ക 50 രൂപ, 3 കിലോ 50 രൂപ, ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ്, അതിൽ എത്രമാത്രം വിഷമുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. എന്നാൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കുറേ കമൻറ്റ് വരുന്നതിന് കാണാം, നമ്മൾ ഈ ഇടുന്ന വളത്തിൻ്റെ പൈസയുടെ പകുതി ആകത്തില്ലല്ലോ നമ്മളിപ്പം ഇതിന് കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ കടയിൽ പോയി വാങ്ങിക്കാതെ വിഷമുള്ളത് ഉപേക്ഷിച്ച് നമ്മളുടെ വീട്ടിലെ വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ അടുക്കളത്തോട്ടം എന്നൊരു കൺസെപ്റ്റിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അടുക്കളത്തോട്ടത്തിൽ ഒരുപാടൊന്നും വേണ്ട. നമുക്കിപ്പോൾ ഇത് കണ്ടോ, ഞാനിവിടെ ഒരു 4 ഗ്രോ ബാഗിലായിട്ട് ഒരു 8 വെണ്ട പിടിപ്പിച്ചിട്ടുണ്ട്. ഈ 8 വെണ്ടയിൽ നിന്നും നമുക്ക് കിലോ കണക്കിന് വെണ്ടയ്ക്ക പറിക്കാമെന്നുള്ള രീതിയിലല്ല. നമുക്ക് ഈ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ നമ്മൾ ഏകദേശം ഒരു 45-47 ദിവസമാകുമ്പോൾ, വെണ്ട നട്ട് 45-47 ദിവസമാകുമ്പോൾ നമ്മൾ വിളവെടുക്കും. ആ വിളവെടുക്കുന്ന സമയം തൊട്ട് നമുക്ക് ഒരു ദിവസം ഒരു വെണ്ടയിൽ നിന്ന് 2 3 അങ്ങനെ കൂട്ടിയെടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം തന്നെ കറി വെക്കാനുള്ള നമ്മുടെ വെണ്ടയിൽ നിന്ന് കിട്ടുമില്ലേ. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ ഇപ്പോൾ ഇന്ന് നമുക്ക് 2 എണ്ണം കട്ട് ചെയ്തു, ഒരെണ്ണത്തിൽ നിന്ന് 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചു, 2 4 6 അങ്ങനെ 10-15 എണ്ണമായി നമുക്കൊരു കറിക്കായി. ഇൻ കേസ് അതില്ല, ഒരെണ്ണേ കിട്ടിയുള്ളെങ്കിൽ തന്നെ ഓരോ ദിവസം ഓരോ വെണ്ടയെന്നുള്ള ഓരോന്ന് കളക്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും നമുക്കൊരു 3 ദിവസമാകുമ്പോൾ കറിക്കെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെറിയ രീതിയിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ വെണ്ടയ്ക്ക എടുക്കാമെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പം എന്തായാലും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകും. അതിനെ ചെറുക്കാനായിട്ട് നമ്മൾ ചെറിയ ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ചാൽ മതി. അപ്പം ഇത് കണ്ടോ, ഈ ഇതിപ്പോൾ നമ്മൾ ചെടി നട്ടിട്ട് 48 ദിവസമായിട്ടുണ്ട്. ഈ നമുക്ക് വിളവെടുക്കാറായിട്ടുണ്ട്, ചെറുതായിട്ട് മൂക്കാൻ തുടങ്ങാൻ വരുന്നു. അപ്പം ഈ മൂക്കുന്നതിന് മുമ്പേ തന്നെ വിളവെടുത്താൽ മാത്രമേ മറ്റ് കായ്കളെല്ലാം നല്ല രീതിയിൽ വരത്തുള്ളൂ. ഇത് കണ്ടോ, ഇതിലിപ്പോൾ നിറച്ച് പൂക്കളുണ്ട്, പുതിയ പുതിയ കായ്കൾ വന്നിട്ടുണ്ട്, പൂക്കളും പുതിയതായിട്ട് വരുന്നുണ്ട് കണ്ടോ. അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ വിളവെടുക്കുക എന്നുള്ളതാണ് വെണ്ടയുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്. ഒരുപാട് കായ്കൾ പിന്നെ ഉണ്ടാകുന്നതിനും സഹായിക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ ഈ ഗ്രോ ബാഗിൽ 2 വെണ്ടയാണ് വളർന്നു വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ കാരണം ഈ ഗ്രോ ബാഗിൽ പുളിപ്പ് മാറ്റിയ മണ്ണിനകത്ത് കുറച്ച് ചാണകപ്പൊടി മാത്രം കൊടുത്തിട്ട് 2 വിത്ത് നമ്മളിട്ട് കിളിപ്പിക്കുകയായിരുന്നു. വിത്ത് ഡയറക്റ്റ് ഇട്ടായിരുന്നു, അതിനെ കുതുക്കാനും ഒന്നും വെച്ചില്ല, ഡയറക്റ്റ് ഇട്ട് കിളിപ്പിച്ച് ഇങ്ങനെ തന്നെ വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. 2 വിത്ത് ഇടാൻ കാരണം ഈ 2 എണ്ണം ഇടുമ്പം ഒരെണ്ണമെങ്കിലും കിളുത്ത് വരുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എല്ലാ ഗ്രോ ബാഗിലും 2 എണ്ണവും നന്നായിട്ട് കിളുത്ത് വന്നു. ഞാൻ മാറ്റാനും പോയില്ല, കാരണം ഇത് കിളുത്ത് വരുമ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. കാരണം ഇത് സത്യം പറഞ്ഞാൽ ഒരു വെണ്ട നിൽക്കാനുള്ള സ്പേസേ ഉള്ളൂ ഒരു ഗ്രോ ബാഗ്. എന്നാൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് 2 വെണ്ടയെ നട്ട് ഇച്ചിരി തിക്കായിട്ട് നിൽക്കുമെന്നേ ഉള്ളൂ. അതിനനുസരിച്ച് വളം കൊടുത്ത് നമുക്ക് അതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ടും പറ്റും. വെണ്ട കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയം മഴക്കാലമാണ്. കാരണം ധാരാളം വെള്ളം വെണ്ടയ്ക്ക് വേണം. എന്നിരുന്നാൽ തന്നെ നല്ല വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും, അതിൻ്റെ സാഹചര്യത്തിന് കീടങ്ങളെ നമുക്ക് അകറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് വെണ്ട കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ കടും ചൂടിലാണ് വെണ്ട നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇതേ കണ്ടോ, നമ്മളുടെ വെണ്ടയുടെ ഇല കണ്ടോ, ഇങ്ങനെ അരിച്ചു വെച്ചിരിക്കുന്നത് പോലെ. ഇത് പുഴുക്കളുടെ ശല്യം വന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രതിവിധി എന്ന് വെച്ചാൽ, രാവിലെ തന്നെ വന്ന് ഇതിനെ നോക്കും, ഇല ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ തന്നെ വേണ്ട കണ്ടോ, പുഴുവിൻ്റെ കണ്ടോ, ഒരു പച്ച പുഴുവിനെ കണ്ടോ, അതിനെ അവിടെ വെച്ച് തന്നെ നമ്മളങ്ങ് കൊല്ലും. ആ ഇലയെ കൂടുതൽ നശിപ്പിക്കത്തൊന്നുമില്ല, പുഴുവിനെ മാത്രം നശിപ്പിക്കും. അപ്പോൾ ആ ഇല തിന്നു വെച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെയൊക്കെ തന്നെ കാണും. എന്നാൽ ഇല കട്ട് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല, ഇതിനെ മാത്രം നമ്മൾ നശിപ്പിച്ച് കൊടുത്താൽ മതി. അല്ലാതെ നമുക്ക് വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് പറ്റും, ജൈവ കീടനാശിനി. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരുപാടങ്ങായി കഴിയുകയാണെങ്കിൽ നമ്മൾ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനി ഒരു പ്രാവശ്യം കൊണ്ട് സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളതിന് ചെയ്യാനായിട്ടുള്ളത്, ഇപ്പോൾ ഒരുപാട് കീടങ്ങൾ, ഏത് തരം കീടങ്ങളാട്ടെ, പുഴുക്കളായിട്ട് ഏത് തരമാണെങ്കിലും നമുക്ക് വേപ്പധിഷ്ഠിത കീടനാശിനി കൊണ്ട് ഒരു വിധമൊക്കെ ഇതിനെ ചെറുക്കാനായിട്ട് പറ്റും. അപ്പം ഒരുപാടായിട്ടുണ്ടെങ്കിൽ നമുക്ക് 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ ചെടിയൊന്ന് വളർന്നു വരുമ്പോൾ തൊട്ടേ ഇത് ആഴ്ചയിൽ ഒരു ദിവസം വീതം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളൊന്നും വരാതെ തന്നെ ഇരിക്കും. അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കുക. പിന്നെ സ്യൂഡോമോണസ്, ഈ തണ്ട് ചീയൽ പോലെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൻ്റെ ഒപ്പം ചേർക്കുന്നതാണ് സ്യൂഡോമോണസ്.
അത് നമുക്ക് ഇടയ്ക്ക് 5 ml 1 ലിറ്റർ വെള്ളത്തിലെന്ന കണക്കിന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഏത് തരം വളങ്ങളും നമുക്ക് കൊടുക്കാം. ജൈവ രീതിയിലുള്ള ഏത് തരം വളങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. വെണ്ട കൃഷിക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നതിന് ഏറ്റവും നല്ലതാണ് ചാരം. എന്നാൽ ചാരം ഡയറക്റ്റ് ഇട്ട് കൊടുക്കല്ലോ, ഒന്നീ ചാരം കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. തമ്പനയിൽ പറഞ്ഞതുപോലെ വെണ്ട നല്ല കരുത്തോടെ വരാനും നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് ചാരം, ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഇത് 1:1:1 എന്ന അനുപാതത്തിൽ എടുക്കുക. കമ്പോസ്റ്റ് ഏത് തരം വേണമെങ്കിലും എടുക്കാം. കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ, കരിയില കമ്പോസ്റ്റോ, മണ്ണിര കമ്പോസ്റ്റോ ഏതുമാകട്ടെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ അല്പം എല്ലുപൊടിയും കൂടി എടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെടിയുടെ വലുപ്പം അനുസരിച്ച് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ചീമക്കൊന്നയുടെ ഇല നിരത്തുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം പ്രത്യേകിച്ച് ചൂട് സമയമായതുകൊണ്ട് വളമിട്ട് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തേക്കെങ്കിലും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് 2 നേരം കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഓരോ വിളവെടുപ്പിന് ശേഷവും അല്ലെങ്കിൽ ചെടി ഏകദേശം പറിച്ച് നട്ടൊരു 15 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ഈ രീതിയിൽ വളം കൊടുത്തു പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് ലഭിക്കും. ഇത് നമ്മുടെ നാടൻ രീതിയിൽ പണ്ട് തൊട്ടുള്ള ആളുകൾ ചെയ്തു വരുന്നതാണ്. എന്നാലിപ്പോൾ സമയമില്ലാത്തവർക്ക്, ജോലിയുള്ളവർക്ക്, ഇതിനെ പരിപാലിക്കാനോ ഒന്നും സമയമില്ല, എന്നാൽ കൃഷിയൊക്കെ വേണം, അങ്ങനെയുള്ളവർക്ക് സ്റ്റെറാമീല, സൂപ്പർ മീൽ പോലെയുള്ള വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെണ്ട കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കവറിൽ ഇപ്പോൾ കടയിൽ നിന്ന് നിങ്ങൾ ഹൈബ്രിഡൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നമ്മളുടെ വെണ്ടയിൽ നിന്ന് തന്നെ മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് പഴകിയതൊന്നും എടുക്കാതെ ഫ്രഷ് ആയിട്ടുള്ള പുതിയത് തന്നെ തണലത്തുണങ്ങി എടുക്കുന്നതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിളിപ്പിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ വിത്ത് ഇടുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. കൊള്ളാത്ത വിത്താണെങ്കിൽ നമ്മൾ സാധാരണ വിത്ത് കുതിർത്തിട്ടാണ് നടുന്നതെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം ആകുമ്പോൾ തൊട്ട് മുള പൊട്ടും. അതല്ല നമ്മൾ ഡയറക്റ്റ് നടുവാണെങ്കിൽ 5 ദിവസം തൊട്ട് 6 ദിവസം തൊട്ടാകുമ്പോൾ മുള പൊട്ടും. എന്നാൽ 10 ദിവസം കഴിഞ്ഞും മുള പൊട്ടുന്നില്ല എങ്കിൽ അത് പഴകിയ വിത്താണ്. അങ്ങനെയുള്ള വിത്തുകൾ ഒഴിവാക്കുക. ഈ പറഞ്ഞ രീതിയിലാണ് നമ്മളുടെ വെണ്ടയിലെല്ലാം നമ്മൾ ഇപ്രാവശ്യം കൃഷി ചെയ്തത്. കണ്ടോ, എല്ലാത്തിനും നല്ല രീതിയിൽ പൂക്കൾ വരികയും കായ്കൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. നമ്മളുടെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ വിളവെടുപ്പാണ്, കന്നി വിളവെടുപ്പാണ് ഈ ഗ്രോ ബാഗിലേത്. ഈ ഗ്രോ ബാഗെല്ലാം ബാക്കിയെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഒരേ ദിവസം തന്നെ നട്ടതാണ്. എന്നാലും കായ്കൾ ഇത് കണ്ടോ, ഇത് ചെറിയ രീതിയിൽ എന്തോ ഒരു കുഴപ്പം പറ്റിയതിന്. കുഴപ്പമൊന്നുമില്ല, കറിക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ വെണ്ട നട്ടുപിടിപ്പിച്ച് വിളവെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.